കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എല്ലാ സൗരസൗരന്മാർക്കും സ്നേഹവന്ദനം പറയുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഞാൻ അല്പം തിരക്കിലായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് അല്പസമയം ചെലവഴിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ യേശുക്രിസ്തുവിനെ കുറിച്ച്, യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, ഇങ്ങനെ യേശുവിനെ കുറിച്ച് യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ പ്രവചനാത്മാവിൽ പ്രവാചകന്മാർ സംസാരിച്ച ഏകദേശം 40ഓളം പ്രവചനങ്ങൾ വേദപുസ്തകത്തിൻ്റെ പഴയ നിയമഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് യേശുക്രിസ്തു ആരാണ്, എവിടെ ജനിക്കും, എങ്ങനെ ജനിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതായത് മുൻകൂട്ടി പ്രവാചകന്മാരാൽ പ്രവചിച്ചതായിട്ട് വേദപുസ്തകത്തിൻ്റെ പഴയ നിയമഭാഗങ്ങളിൽ ഏകദേശം 40 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തേതായിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന പ്രവചനമാണ് എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യമാണ്. അപ്പോൾ ആ വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. 3:15 ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഇവിടെ സംഭവം ഇതാണ്, ഞാൻ വിവരിക്കാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഏദൻ തോട്ടത്തിൽ ആക്കിയിരുന്ന ആദാമും ഹവ്വയും വൃക്ഷഫലം തിന്നരുതെന്ന് വിലക്കിയ ആ ഫലം ഹവ്വ പറിച്ച് തിന്നുകയും അത് ആദമിന് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ദൈവം തോട്ടത്തിൽ വന്നപ്പോൾ ഇവരെ കണ്ടില്ല. ഉടനെ ഇവരെ ലജ്ജ കൊണ്ടും ഭയം കൊണ്ടും വൃക്ഷങ്ങളുടെ ഇടയിലും മറഞ്ഞു. അപ്പോൾ ദൈവം അവരെ വിളിച്ചിട്ട് ആദമിനോട് ആദ്യം ചോദിക്കുകയാണ്, ആദമേ, ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ ഫലം നീ തിന്നോ എന്ന് ചോദിച്ചു. ഉടനെ ആദം പറഞ്ഞു, ഭാര്യ എനിക്ക് തന്നു, ഞാനത് തിന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവളോട് ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ അന്നേരം അവൾ പറഞ്ഞു, പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാനത് തിന്നുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ദൈവം ആദമിനോട് സംസാരിച്ചു, രണ്ടാമത് ദൈവം ഹവ്വയോട് സംസാരിച്ചു, മൂന്നാമത് ദൈവം പാമ്പിനോട് സംസാരിക്കുക. അപ്പോൾ പാമ്പിനോട് സംസാരിക്കുന്ന കാര്യമാണ് ഇപ്പം നമ്മൾ വായിച്ചു കേട്ടത്. പാമ്പിനോട് പറയുകയാണ്, ഞാൻ നിനക്കും സ്ത്രീക്കും തമ്മിലും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിലും ശത്രുത്വമുണ്ടാക്കും. അപ്പോൾ ഈ വാക്യത്തിൽ 4 പേരെ എടുത്തു പറയാനുള്ളതുണ്ട്. 4 പരാമർശങ്ങളുണ്ട്. ഒന്ന് പാമ്പ്, 2 സ്ത്രീ, 2 പാമ്പിൻ്റെ സന്തതി, 3 സ്ത്രീയുടെ സന്തതി. അപ്പോൾ ഈ വചനത്തിൽ ഈ സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്ത്രീയുടെ സന്തതി എന്ന് ഇവിടെ എഴുതിയിട്ടില്ല, ഞാൻ നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും ശത്രുത്വം ഉണ്ടാക്കും എന്നാണ്. അവിടെ അവളുടെ സന്തതി എന്നുള്ളതിന് നമ്മൾ പറയുന്നത് സ്ത്രീയുടെ സന്തതി എന്നാണ്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നൽകിയിരിക്കുന്ന ഒരു പ്രവചനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിക്കപ്പെടുന്ന വാക്യങ്ങളാണിത്. അപ്പോൾ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീയുടെ സന്തതി യേശുവാണോ എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. അനേക മനുഷ്യരും വിചാരിച്ചിരിക്കുന്നത് ഇത് യേശു ആണെന്നാണ്. അപ്പോൾ ഇത് യേശു ആണെന്ന് വിചാരിച്ചിരിക്കുന്ന അനേകരുള്ളപ്പോൾ ഞാനിത് യേശു അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും, ഇപ്പോൾ അവരെക്കാളൊക്കെ ഭയങ്കര വെളിപ്പാടുള്ളൊരു മനുഷ്യനാണോ നിങ്ങളെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. ഇവിടെ ദൈവം സംസാരിക്കുന്ന 3 വ്യക്തികൾ, 1 ആദം, 2 ഹവ്വ, 3 പാമ്പ്. അപ്പോൾ ഈ പാമ്പിനോട് സംസാരിച്ചതിന് ശേഷം പാമ്പിനെ അവൻ ചെയ്ത തെറ്റിന് പാമ്പിനോട് ദൈവം പറയുന്ന, അല്ലെങ്കിൽ പാമ്പിനെ ശപിക്കുന്ന, പാമ്പിന് കൊടുക്കുന്ന ശിക്ഷയായിട്ട് വിധിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ വായിച്ചത്.
ഞാൻ നിനക്കും സ്ത്രീക്കും തമ്മിലും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിലും ശത്രുത്വം ഉണ്ടാക്കും. ഇവിടെ പറയുന്ന കാര്യം ഇതാണ്, പാമ്പിനോട് അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ വിധിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. അതിനുശേഷം സ്ത്രീയോട് വീണ്ടും ദൈവം സംസാരിക്കുകയാണ്. സ്ത്രീയോട് പറയുകയാണ്, നിനക്ക് അതിൻ്റെ 16-ാം വാക്യത്തിൽ പറയുകയാണ്, സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. പിന്നീട് സംസാരിക്കുന്നത് ആദമിനോടാണ്. ആദമിനോട് പറയുകയാണ്, നീ എൻ്റെ വാക്ക് വിശ്വസിക്കാത്തത് കൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ആദാം ശപിച്ചു എന്നല്ല നമ്മൾ വായിക്കുന്നത്, ആദാം നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യം ആദമിനോട് സംസാരിച്ചു, രണ്ടാമത് സ്ത്രീയോട് സംസാരിച്ചു, മൂന്നാമത് പാമ്പിനോട് സംസാരിച്ചു, നാലാമത് വീണ്ടും സ്ത്രീയോട് സംസാരിച്ചു, അഞ്ചാമത് ആദമിനോട് സംസാരിച്ചു. അപ്പോൾ ഇതിൽ പാമ്പിനോട് സംസാരിച്ചത് മാത്രം ഒരു പ്രവചനമാണെന്നാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ഈ യേശുക്രിസ്തുവിന് സ്ത്രീയുടെ സന്തതി എന്നുള്ളത് ഒരു പ്രവചനമാണെന്ന് പറയുന്ന കാര്യം പാമ്പിനോട് സംസാരിച്ച ആ വചനത്തെയാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദമിനോട് സംസാരിച്ചത് പ്രവചനമല്ല, അവയോട് സംസാരിച്ചത് പ്രവചനമല്ല. അവയോട് തന്നെ രണ്ടാമത് അവയെ ശപിച്ചുകൊണ്ട് അവൾക്ക് പ്രസവവേദനയും കഷ്ടവും ഗർഭധാരണവും ഒക്കെ വർദ്ധിപ്പിച്ചത് അത് പ്രവചനമല്ല. ആദാം നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ശിക്ഷയും അല്ലെങ്കിൽ ആ ശാപവും ഒരു പ്രവചനമല്ല. പിന്നെ പ്രവചനമായിട്ട് നമ്മൾ കാണുന്നത് പാമ്പിനോട് ദൈവം സംസാരിച്ച കാര്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ആദമിനോടൊരു പ്രവചനം പറഞ്ഞില്ല, ഉവ്വയോട് പറഞ്ഞില്ല. എന്നാൽ ദൈവം ഒരു പ്രവചനം പാമ്പിനോട് പറഞ്ഞു എന്നാണ് ഈ ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവം എന്തിനാണ് പാമ്പിനോട് ഈ പ്രവചനം പറഞ്ഞത്? അപ്പോൾ ഈ വേദപുസ്തകത്തിലെ പ്രവചനങ്ങളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു മനുഷ്യ സമൂഹത്തോടോ ഒരു മനുഷ്യനോടോ ഒരു ദേശത്തോടോ ഒക്കെ പറഞ്ഞതായിട്ടേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഒരു ജീവിയോട് ഒരു പ്രവചനം പറഞ്ഞതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നില്ല. ഇവിടെ ദൈവം പാമ്പിനോടാണ് പറഞ്ഞത്, ഞാൻ നിനക്കും സ്ത്രീക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, നിന്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് യേശുവാണെന്ന് പറയുവാനുള്ള കാരണം ഇതൊരു പ്രവചനമാണെന്നും ഈ പ്രവചനപ്രകാരം സ്ത്രീയുടെ സന്തതിയായി ജനിച്ചത് യേശുക്രിസ്തു ആണെന്നും ആണ് പറയപ്പെടുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ജനിച്ചത് മറിയ എന്ന് പറയുന്ന കന്യകയിലാണ് ജനിച്ചത്. അപ്പോൾ പുരുഷ സംസർഗം കൂടാതെ കന്യകയിൽ ജനിച്ചതുകൊണ്ടാണ് ഈ പ്രവചനം സ്ത്രീയുടെ സന്തതി എന്നുള്ളത് കന്യകയിൽ നിന്ന് ജനിച്ചതുകൊണ്ട് ഈ പ്രവചനം യേശുക്രിസ്തുവിനെ കുറിച്ചാണെന്ന് നമ്മൾ ധരിച്ചിരിക്കുകയാണ്. മറ്റൊന്ന്, ഗലാത്യലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്ന 4-ാം വാക്യത്തിൽ പറയുന്ന പൗലോസ് പറയുന്ന ഒരു വചനം എങ്ങനെയാണ്, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ എന്നാണ് വായിച്ചത്. അപ്പോൾ അവിടെ പൗലോസ് പറയുന്നത് സ്ത്രീയിൽ നിന്ന് ജനിച്ച ദൈവത്തിൻ്റെ പുത്രൻ എന്നാണ് പറയുന്നത്. അപ്പോൾ മത്തായി പറയുന്നതും ലൂക്കോസ് പറയുന്നതും മറിയ എന്ന കന്യകയിൽ നിന്ന് യേശു ജനിച്ചു എന്നാണ്. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും പ്രതിപാദിക്കുന്നത് പെണ്ണാണ്, അതായത് കന്യകയാണെങ്കിലും സ്ത്രീ ആണെങ്കിലും പെണ്ണാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം ഒരു പ്രവചനമാണെന്നും ആ പ്രവചനത്തിൽ സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് യേശുക്രിസ്തു ആണെന്നും ആണ് ഈ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത്. എല്ലാവരും അല്ല, ബഹുഭൂരിപക്ഷം പേരും. അപ്പോൾ ഈ സ്ത്രീയുടെ സന്തതി യേശുവാണെങ്കിൽ ഈ പാമ്പിനോട് പറഞ്ഞല്ലോ നിന്റെ സന്തതി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിനക്കും സ്ത്രീക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിലും ശത്രുത്വം ഉണ്ടാക്കും. അപ്പോൾ സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് യേശു ആണെങ്കിൽ
ഈ പാമ്പിന്റെ സന്തതി എന്ന് പറയുന്നത് ആരാണ് എന്ന് ഈ വേദപണ്ഡിതന്മാർ ആരും പറയുന്നില്ല. അപ്പോ ഇതൊരു പ്രവചനമാണെങ്കിൽ ഈ സ്ത്രീയുടെ അവളുടെ സന്തതി എന്ന് പറയുന്നത് യേശു ആണെങ്കിൽ പാമ്പിന്റെ സന്തതി ആരാണെന്ന് അവർ പറയണ്ടേ? അതവർ പറയുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്നാ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആദാമും ഔവയും എന്നുള്ള രണ്ട് മനുഷ്യർ മാത്രമേ ലോകത്തുള്ളൂ. ആ സമയത്ത് പാമ്പിനോടാണ് ദൈവം ഇത് പറയുന്നത്. അതായത് നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും ഞാൻ ശത്രുത്വം ഉണ്ടാക്കും എന്നാണ്. അപ്പോൾ ഒരു മനുഷ്യനോട് ഒരു പ്രവചനം പറയാതെ, പ്രപഞ്ചത്തില് എങ്ങും വേറൊരു മനുഷ്യനില്ല, ആദാമും ഔവയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ആദാമിനോടോ ഔവയോടോ ഒരു പ്രവചനം പറയാതെ പാമ്പിനോട് മാത്രം ഒരു പ്രവചനം ദൈവം പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ അതിന്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ അതൊരു ഇപ്പൊ സന്തതി, അത് അവളുടെ സന്തതി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തലമുറ എന്നാണ്. അതിനെന്താണ് തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 6 പ്രാവശ്യം പറയുന്നുണ്ട്. അപ്പോ അവളുടെ സന്തതി എന്ന് പറഞ്ഞാൽ അവളുടെ തലമുറ, പാമ്പിന്റെ സന്തതി എന്ന് പറഞ്ഞാൽ പാമ്പിന്റെ തലമുറ എന്നാണ് അർത്ഥം. അപ്പോൾ അത് തെളിവായിട്ട് ഞാൻ എങ്ങനെ വേണമെങ്കിൽ പറയാം. ഒന്ന് അബ്രഹാമിന്റെ സന്തതി എന്ന് പറയുന്ന, അബ്രഹാമിനോട് പറഞ്ഞു നിന്റെ സന്തതി ആ ദേശത്തെ കൈവശമാക്കും. അതുപോലെ തന്നെ അബ്രഹാമിനോട് പറഞ്ഞു നിന്റെ സന്തതിയാൽ ഭൂമി അനുഗ്രഹിക്കപ്പെടും. അപ്പൊ അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തു പുതിയ നിയമത്തിൽ പറഞ്ഞു നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി എന്ന് എനിക്കറിയാം. അപ്പോൾ ഈ സന്തതി എന്ന് പറയുന്നതെല്ലാം തലമുറകളെ ഉദ്ദേശിച്ചാണെന്ന് അനേക വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവിടെ ഒരു സ്ഥലത്ത് സന്തതികൾ എന്നല്ല പറയണേ, എല്ലാവരും സന്തതി സന്തതി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 7 പ്രാവശ്യം സന്തതി എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അതെല്ലാം ഏകവചനത്തിലാണ്, സന്തതികൾ എന്നുള്ള ബഹുവചനത്തിലല്ല, സന്തതി എന്നാണ്. അപ്പൊ സന്തതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തലമുറ അല്ലെങ്കിൽ തലമുറകൾ എന്നുള്ള അർത്ഥത്തിലാണ് സന്തതി എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോ സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ത്രീയിൽ നിന്ന് പിന്നീട് ഉണ്ടാകുന്ന തലമുറകൾ എന്നർത്ഥം. പാമ്പിന്റെ സന്തതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പിൽ നിന്ന് പിന്നീട് ഉണ്ടാകുന്ന തലമുറകൾ എന്നർത്ഥം. അപ്പൊ പാമ്പിനെ ദൈവം ശപിച്ച് ശിക്ഷിച്ചത് ഇങ്ങനെയാണ്: സ്ത്രീക്കും നിനക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാവും, അതുപോലെ തന്നെ നിങ്ങളുടെ തലമുറകളിലും ഉള്ളവർക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാകും. അതായത് പാമ്പിന്റെ തലമുറയിലുള്ളവരും സ്ത്രീയുടെ തലമുറയിലുള്ളവരും തമ്മിൽ ശത്രുത്വം ഉണ്ടാവും. അപ്പോ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏത് കാലഘട്ടത്തിലും ലോകാവസാനം വരെയും പാമ്പും മനുഷ്യനും തമ്മിലെ ശത്രുക്കളാണെന്നുള്ളതാണ്. അതാണ് ദൈവം പറഞ്ഞതിൻ്റെ സാരം. പാമ്പിനും മനുഷ്യർക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാകും എന്നാണ് ദൈവം പറഞ്ഞത്. അപ്പോൾ അതിന് പറഞ്ഞത് ആ മനുഷ്യൻ അല്ലെങ്കിൽ സ്ത്രീയുടെ സന്തതി ഈ പാമ്പിന്റെ തല തകർക്കും. പാമ്പ് ഈ സ്ത്രീയുടെ സന്തതിയുടെ കാല് തകർക്കും. അപ്പൊ നമ്മൾ ഇന്ന് ഈ ലോകത്ത് കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ് വചനത്തിൽ പറയുന്നത്. പാമ്പ് സ്വാഭാവികമായിട്ടും മനുഷ്യനെ കടിക്കുന്നത് കാലിലാണ്. അപ്പൊ മനുഷ്യന്റെ കാലിൽ പാമ്പ് കടിക്കുന്നു, മനുഷ്യൻ വടി കൊണ്ട് പാമ്പിന്റെ തല തല്ലിച്ചതയ്ക്കുന്നു. അപ്പൊ ഇതാണ് അവിടെ ദൈവം പാമ്പിനോട് പറഞ്ഞ കാര്യം. അതൊരു പ്രവചനമായിട്ട് നമുക്ക് എങ്ങനെയാണ് മനസ്സിലായതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോ ഈ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുപാടെല്ലാം കാണുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യനെ പാമ്പ് കടിക്കുന്നത് കാലിലാണ്. അപ്പോൾ അവിടെ പറഞ്ഞത് ഈ പാമ്പ് നിന്റെ സന്തതി അവന്റെ കുതികാൽ തകർക്കും എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ മനുഷ്യൻ വടിയെടുത്ത് പാമ്പിന്റെ എവിടെയാ തല്ലുന്നത്? പാമ്പിന്റെ തലയിലാണ് തല്ലുന്നത്. അപ്പൊ തല തല്ലി 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 അത് ചത്തു എന്ന് ഉറപ്പ് വരുത്തുന്ന പോലെ തലച്ചിട്ട് തല്ലും. അപ്പൊ ഇതാണ് ദൈവം പറഞ്ഞത്, ആ മനുഷ്യൻ നിന്റെ തല തകർക്കും, നീ മനുഷ്യന്റെ കുതികാൽ തകർക്കും. അപ്പോൾ ഇങ്ങനെ ദൈവം പാമ്പിനെ ശിക്ഷിച്ച ഒരു കാര്യമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് ഈ ഉൽപ്പത്തി പുസ്തകം എഴുതിയത് മോശയാണ്. അപ്പോൾ മോശ എഴുതിയ 5 ഗ്രന്ഥങ്ങൾ ഉണ്ടെന്ന്, ആദ്യത്തെ 5 ഗ്രന്ഥങ്ങൾ മോശയുടേതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ മോശ ആവർത്തന പുസ്തകത്തിൽ ഒരു പ്രവചനം പറയുന്നുണ്ട്. അത് അതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിലാണ്. അവിടെ മോശ പറയുന്നത് ഇങ്ങനെയാണ്:
ദൈവം എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങളുടെ ഇടയിൽ നിന്ന്, നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവന്റെ വാക്ക് നിങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞു. അവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച് മോശ പറയുന്ന ഒരു പ്രവചനമാണത്, അല്ലെങ്കിൽ മോശ എഴുതിയ ഒരു പ്രവചനമാണത്. എന്നാൽ മോശ ഈ പുസ്തകം എഴുതിയപ്പോൾ ഇങ്ങനെ സർപ്പത്തിന്റെ ഒരു സന്തതി രക്ഷകനായി വരും എന്ന ഒരു പ്രവചനമായിട്ട് മോശ നമ്മളോട് പറഞ്ഞില്ല. മറിച്ച് മോശ പറഞ്ഞത് എന്നെ പോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കും, അവന്റെ വാക്ക് നിങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ പോലെ ഒരു പ്രവാചകൻ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. അതായത് മോശയ്ക്കുള്ള 20 കാര്യങ്ങൾ, ഏകദേശം മോശയ്ക്ക് ഉണ്ടായിരുന്ന 20 കാര്യങ്ങൾ ഈ യേശുക്രിസ്തുവിനും ഉണ്ട്. അപ്പൊ അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. അപ്പൊ മോശയെ പോലെ ഒരു പ്രവാചകൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ് ആവർത്തനം 18:18 പിന്നീട് പല പ്രവചനങ്ങളും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതുണ്ട്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലുള്ള പ്രവചനം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതല്ല. ആ സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് യേശുക്രിസ്തു അല്ല. ആ സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് സ്ത്രീയുടെ തലമുറകളെയും, അല്ലെങ്കിൽ സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന ആ ജനങ്ങളെയും, അതുപോലെ പാമ്പിന്റെ സന്തതി എന്ന് പറയുന്നത് പാമ്പിൽ നിന്ന് പിന്നീട് ഉണ്ടാകുന്ന പാമ്പും കുഞ്ഞുങ്ങളെയുമാണ് ഈ സന്തതി എന്ന് പറയുന്നത്. അതങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം മനുഷ്യനോടല്ല ഇത് പറയുന്നത്. മനുഷ്യനോടാണ് സാധാരണ പ്രവചനം പറയുന്നത്, പക്ഷെ ഇത് പാമ്പിനോടാണ് ദൈവം സംസാരിക്കുന്നത്. അപ്പൊ പാമ്പിനോട് ദൈവം ഒരു പ്രവചനം പറയുന്നില്ല. മാത്രമല്ല, അവിടെ ആദാമോ ഔവയോ എന്ന 2 മനുഷ്യരല്ലാണ്ട് ലോകത്തിൽ ഒരു സ്ഥലത്തും മനുഷ്യരുമില്ല. അപ്പോൾ ഒരു മനുഷ്യരും ഇല്ലാതിരിക്കെ ചെയ്ത് പാമ്പിനോട് ദൈവത്തിന് ഒരു പ്രവചനം പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. അപ്പൊ അതുകൊണ്ടത് പ്രവചനമല്ല എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പാമ്പെന്ന് പറയുന്നത് സാത്താന്റെ പ്രതീകമാണെന്നുള്ള ഒരറിവ് നമുക്കുണ്ട്. അത് തെറ്റൊന്നുമല്ല. അങ്ങനെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. പഴയ പാമ്പായ പഴയ സർപ്പം, അങ്ങനെ ഈ കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ടല്ലോ, സർപ്പം ഉപായത്താൽ ഔവയെ ചതിച്ചതുപോലെ. അപ്പൊ അവർക്ക് പാമ്പിന്റെ പ്രതീകമായിട്ടാണ്, സാത്താന്റെ പ്രതീകമായിട്ടാണ് പാമ്പിനെ അല്ലെങ്കിൽ സർപ്പത്തെ പറയുന്നത്. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് ഇത് ഈ ഉൽപ്പത്തിയിൽ പറഞ്ഞ ഈ പാമ്പ് സാത്താനാണ്. അപ്പോൾ സാത്താന്റെ തല തകർക്കുന്നത് യേശുക്രിസ്തു ആണ് എന്നാണ് പറയുന്നത്. അവിടെ ഇത് സാത്താനാണെന്ന് യാതൊരു സൂചന പോലും അവിടെ ഇല്ല. അപ്പൊ നമുക്ക് സാത്താന്റെ പ്രതീകമായിട്ട് പാമ്പിനെ ചിത്രീകരിച്ചിരിക്കുന്ന പല സന്ദർഭങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പാമ്പും സാത്താനാണെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പറയട്ടെ സൗരന്മാര്, ഈ ഉൽപ്പത്തി പുസ്തകത്തിലുള്ള ഈ പാമ്പ് അത് സാത്താനാണെങ്കിൽ, ഈ സ്ത്രീയുടെ സന്തതി യേശു ആണെങ്കിൽ, അപ്പോൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന ഈ സാത്താന്റെ സന്തതി ആരാണ്? അപ്പോൾ അതായത് പാമ്പിന്റെ സന്തതി എന്നാണല്ലോ പറയണേ. അപ്പൊ നിന്റെ സന്തതി, അപ്പോ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന പാമ്പ് സാത്താനാണെങ്കിൽ ആ സാത്താന്റെ സന്തതി ആരാണ്? അപ്പോ ഈ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. ഏത് കാര്യത്തിലെന്നറിയോ? അവർ സത്യം നിഷേധിക്കുകയും നുണ പറയുകയും പോഷ്ക് വിശ്വസിക്കുകയും ചെയ്തപ്പോഴാണ് അവർ പറഞ്ഞത്, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. അവൻ ആദ്യം മുതൽ പോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാണ്. അവൻ ആദ്യം മുതൽ കൊലപാതകനുമാണ് എന്നതുകൊണ്ടാണ്. അപ്പോ ഈ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ പാമ്പിന്റെ സന്തതി എന്ന് പറയുന്നത് ഈ യേശുക്രിസ്തു പറഞ്ഞ മക്കളാണോ? പിന്നെ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞൊരു കാര്യമുണ്ട്. യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ പരീശന്മാരും സദൂക്യരും സ്നാനപ്പെടാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ യോഹന്നാൻ അവരോട് പറയുകയാണ്, സർപ്പസന്തതികളെ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ സർപ്പസന്തതികൾ എന്ന് വിളിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലുള്ള സർപ്പത്തിന്റെ സന്തതിയാണോ യോഹന്നാൻ വിളിക്കുന്ന സർപ്പസന്തതി? അവിടെ സർപ്പസന്തതി എന്ന് വിളിക്കുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത്, ഈ ദൈവത്തെ വിശ്വാസമില്ല, അവർ അബ്രഹാമിനെ മാത്രം വിശ്വസിക്കുന്നു,
അബ്രഹാം ഞങ്ങൾക്ക് പിതാവുണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. സദൂക്യരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മരണശേഷമുള്ള ജീവിതത്തിൽ ശരീരത്തിന് പുനരുത്ഥാനം ഉണ്ടെന്നുള്ള കാര്യത്തിലൊന്നും വിശ്വാസമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദൈവത്തെ വിശ്വാസമില്ലാത്തവരും ദൈവത്തെ ഭയമില്ലാത്തവരുമായ വ്യക്തികളോടാണ് പറഞ്ഞത് സർപ്പസന്തതികളെന്ന് പറഞ്ഞത്. അപ്പോൾ യേശുക്രിസ്തുവും പറഞ്ഞു നിങ്ങൾ പിശാചിന്റെ മക്കളാണെന്ന് പറഞ്ഞു. യോഹന്നാൻ പറഞ്ഞു നിങ്ങൾ സർപ്പസന്തതികളാണെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ രണ്ടിനെ കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന പാമ്പിൻ്റെ സന്തതി ഈ പറഞ്ഞ സന്തതികളൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ സന്തതി എന്ന് പറയുന്നത് പാമ്പിൽ നിന്ന് പിന്നീട് ഉണ്ടാകുന്ന പാമ്പുകളും, സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് സ്ത്രീയിൽ നിന്ന് പിന്നീട് ഉണ്ടാകുന്ന ജനങ്ങളുമാണ് അവിടെ ദൈവം പറയുന്നത്. അതല്ലാതെ ഭാവിയിൽ ഒരു പെണ്ണിൽ നിന്ന് ഒരു സ്ത്രീയിൽ നിന്ന് യേശു എന്ന് പറയുന്ന ആ രക്ഷകൻ ജനിക്കും എന്നുള്ള വാഗ്ദാനം പാമ്പിന് കൊടുക്കുന്നതല്ല. ശരിക്കും പറഞ്ഞാൽ രക്ഷകനെ വാഗ്ദാനം ചെയ്യണത് ആർക്കാ? മനുഷ്യർക്കല്ലേ. ദൈവം മനുഷ്യരോടാണോ വാഗ്ദാനം പറഞ്ഞത്? പാമ്പിനോടല്ലേ പറഞ്ഞത് സ്ത്രീയിൽ നിന്ന് ജനിക്കുന്നു, സ്ത്രീയുടെ ഒരു സന്തതി ഉണ്ടാവുന്നു. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഈ സ്ത്രീ എന്നുള്ളത് പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ഭാര്യയെ ഉദ്ദേശിച്ചാണ് സ്ത്രീ എന്ന് പറയുന്നത്. അതായത് വിവാഹം കഴിച്ച ജീവിത പങ്കാളിയായി തീർന്ന പെണ്ണിനെയാണ് സ്ത്രീ എന്ന് പൊതുവെ വേദപുസ്തക പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു വിവാഹത്തിന് മുമ്പ് ഉള്ള പെണ്ണുങ്ങളെ കന്യക എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ യുവതി എന്നാണ് പറയുന്നത്. അപ്പൊ യുവതിയും കന്യകയും വിവാഹം കഴിഞ്ഞവരല്ല. അപ്പോ യുവതി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവൾ സ്ത്രീയായി, കന്യക വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവളും സ്ത്രീയായി എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ തെളിവുകളുണ്ട്. ഞാനത് ഈ വീഡിയോയിൽ നിരത്താൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, സ്ത്രീ എന്ന് പറയുന്നത് പൊതുവില് ഭാര്യയെ ഉദ്ദേശിച്ചാണ്, അല്ലെങ്കിൽ ഒരാളുടെ ഇണയെ ഉദ്ദേശിച്ചാണ്, അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ ഉദ്ദേശിച്ചാണ് സ്ത്രീ എന്ന് പറയുന്നത്. കന്യക എന്ന് പറയുന്നത് വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ള സ്ത്രീയുടെ പെണ്ണിന്റെ അവസ്ഥയാണ് കന്യക എന്ന് പറയുന്നത്. അപ്പോൾ കന്യക ആയ മറിയ യേശുവിനെ പ്രസവിച്ചു. കന്യകയായ മറിയയാണ് യേശുവിനെ പ്രസവിച്ചത്. കന്യകയായ മറിയ ഗർഭം ധരിച്ചതിന് ശേഷം യോസേഫുമായിട്ട് വിവാഹ നിശ്ചയം ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, വിവാഹം കഴിച്ചിട്ടില്ല. അവൾ ഗർഭിണി ആയതിന് ശേഷം എന്ത് ചെയ്തു? യോസേഫ് മറിയയെ ഭാര്യയായിട്ട് ചേർത്തു. അപ്പോ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് സ്ത്രീയുടെ സന്തതിയായിട്ട് ജനിക്കുമെന്ന, കന്യകയുടെ സന്തതിയായിട്ട് ജനിക്കുമെന്നല്ല പറഞ്ഞത്. അപ്പോൾ സ്ത്രീ എന്ന് പറയുന്നത് മറ്റൊരാളുടെ ജീവിത പങ്കാളി അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ പെണ്ണിനെയാണ് സ്ത്രീ എന്ന് പൊതുവെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് കന്യകയായ മറിയയിൽ ജനിച്ച യേശുക്രിസ്തു അല്ല. കന്യകയും സ്ത്രീയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ഞാനല്ല പറഞ്ഞത്, പൗലോസ് അപ്പോസ്തലനാണ് പറഞ്ഞത്. 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ അദ്ദേഹം അങ്ങനെ എഴുതിയിട്ടുണ്ട്, വിവാഹം കഴിഞ്ഞവൾക്കും കന്യകയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ സ്ത്രീ എന്ന് പറയുന്ന വിവാഹം കഴിഞ്ഞവൾക്കും കന്യകയായ പെണ്ണിനും വ്യത്യാസമുണ്ടെന്ന് പൗലോസ് അപ്പോസ്തലൻ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ സ്ത്രീയിൽ നിന്ന് സ്ത്രീയുടെ സന്തതി ജനിക്കുമെന്ന് പറഞ്ഞത് കന്യകയിൽ നിന്ന് യേശു ജനിക്കും എന്നുള്ള വാഗ്ദാനമായിരുന്നില്ല. അത് മറിച്ച് സ്ത്രീയുടെ തലമുറകളെ ഉദ്ദേശിച്ചാണ് സന്തതി എന്ന് പറഞ്ഞത്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ സന്തതി എന്ന പദം തലമുറകൾക്ക് വേണ്ടിയിട്ട് 6 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ സന്തതികൾ എന്നല്ല പറയണേ. നോഹയോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ഞാൻ ചെയ്യുന്ന ഒരു നിയമം എന്ന് പറയുന്നുണ്ട്. അബ്രഹാമിനോട് പറയുന്നുണ്ട്, നിന്റെ സന്തതി ദേശം കൈവശമാക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിന്റെ സന്തതിയോടും നിന്റെ സന്തതിയുടെ സന്തതിയോടും ഞാൻ ചെയ്യുവാനിരിക്കുന്ന നിയമം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനേക സ്ഥലത്ത് സന്തതി എന്ന് പറയുന്ന തലമുറകളെയാണ്. അപ്പോൾ സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് സ്ത്രീയുടെ തലമുറയും പാമ്പിന്റെ സന്തതി എന്ന് പറയുന്നത് പാമ്പിന്റെ തലമുറയുമാണ്. അപ്പോൾ സ്ത്രീക്കും പാമ്പിനും ശത്രുത്വം ഉള്ളതുപോലെ തന്നെ തലമുറകൾക്കും പാമ്പിനും മനുഷ്യർക്കും തമ്മിൽ ശത്രുത്വമുണ്ട് എന്നുള്ളതാണ് ദൈവം അവർക്ക് കൊടുത്ത ശിക്ഷയാണ് ആ വാക്യത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അല്ലാതെ പാമ്പിനോട് ദൈവം പ്രവചിക്കുകയും
ആ പാമ്പിന് ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്യുകയും അല്ല ചെയ്തത് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അംഗീകരിക്കുവാനും വിശ്വസിക്കാനും ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായെന്ന് വന്നേക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ കേട്ട് തഴമ്പിച്ചിരിക്കുന്നത് സ്ത്രീയുടെ സന്തതി യേശു ആണെന്നുള്ള ഒരു ധാരണ നമുക്ക് പൊതുവെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അംഗീകരിക്കാനോ വിശ്വസിക്കാനോ ബുദ്ധിമുട്ട് തോന്നിയേക്കാം. എന്നാൽ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവെച്ചു എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.